أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. السلام عليكم ورحمة الله وبركاته. بسم الله. ഇൻഷാല്ലാ ഞാൻ പറയാൻ പോകുന്നത് പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ധാരാളം സമ്പത്തോ സന്താനങ്ങളോ ഉള്ളതിലല്ല, നല്ല ക്ഷമയും ധാരാളം അറിവും ഉള്ളതിലും അള്ളാഹുവിന്റെ ആരാധനയിലേക്ക് ആളുകളെ വിളിക്കുന്നതിലുമാണ് നന്മ. നിങ്ങൾ നന്മ ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കുക, തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് ആണിത്. ബട്ട് സുബ്ഹാനല്ലാഹ്, ഇറ്റ് ക്യാരീസ് എ ലോട്ട് ഓഫ് ഇമോഷൻസ്. അതായത് നമ്മൾ കൺസേൺ ആകുന്നതും നമ്മൾ ലോസ്റ്റ് ആയിപ്പോയി, നമ്മളെ ജീവിതം പോയി, നമ്മൾ നഷ്ടത്തിലാണ്, എൻ്റെ എല്ലാ ലൈഫും പോയി എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ഇറിറ്റേഷനിലും ഫ്രസ്ട്രേഷനിലും ആയിപ്പോകുന്നതിന് കാരണം നമ്മളെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളെ ലൈഫിൽ എന്തെല്ലോ നഷ്ടപ്പെട്ട് ഇതുവരെയുള്ള എല്ലാം പോയി എന്നിട്ട് നമ്മൾ അതൊക്കെ നമ്മുടെ ബിഹേവിയറിലൊക്കെ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ട് നമ്മളെ ബിഹേവിയറിന് എന്തെല്ലോ ആയിപ്പോവും. അപ്പോൾ ഇറ്റ്സ് ബിക്കോസ് നമ്മളെ ഗുഡ്നെസ് നമ്മൾ വിചാരിക്കുന്ന നമ്മളെ നന്മ നമ്മളെ സമ്പാദ്യത്തിലാണ്, നമ്മളെ മക്കളിലാണെന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഹയർ വരുന്നത് നമ്മളെ മക്കളിൽ നിന്നാണ്, നമ്മളെ വെൽത്തിൽ നിന്നാണ്. ഇപ്പൊ നമ്മളെ മക്കളെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരോട് നമ്മൾ നല്ലോണം നിന്നാൽ അവർ ഇങ്ങോട്ടും നല്ലോണം നിൽക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ബട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ അവരോട് നല്ലത് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഹയർ തരുന്നത് അള്ളയാണ്. അല്ലാണ്ട് നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ ആരോടെങ്കിലും അങ്ങോട്ടേക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടും അതുപോലെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഇരിക്കണ്ട. നമ്മൾ അള്ളാഹിന്റെ അടുത്ത് മാത്രം എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെന്ന് വെച്ചാല് അള്ളാഹ്ക്കല്ലാണ്ട് വേറൊരാൾക്കും നമ്മൾക്ക് ഹൈർ തരാൻ പറ്റൂല, സമാധാനം തരാൻ പറ്റൂല. ഇപ്പോ ഞാൻ ഇപ്പൊ ഉള്ള സിറ്റുവേഷനിൽ തൃപ്തി ഉണ്ടാകുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നല്ല. ബട്ട് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മള് അള്ളാഹുമായിട്ട് ഭയങ്കര ക്ലോസ് ആകണം, അല്ലെ? പിന്നെന്ന് വെച്ചാല് നമുക്ക് അള്ളയാണ് നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊരു മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് ഒന്നും കിട്ടൂല. നമ്മൾ വെറുതെ ഒരാളെ ബാക്കിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അത് മനസ്സിലാവേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് കുറെ പൈസ ഉണ്ട്, എൻ്റെ അടുത്ത് കുറെ ബാഗ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, ചെരുപ്പുണ്ട്, ഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് 1 വീക്ക് കഴിഞ്ഞാല് നമുക്ക് പിന്നെ അടുത്ത വേണം വേണം, ഇങ്ങനെ നമുക്ക് ഒന്നിലൊരു തൃപ്തി ഉണ്ടാവില്ല. നമ്മളെ ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒന്നിനും സമാധാനം കിട്ടൂല. നമ്മള് പിന്നെ ആൾക്കാരുടെ കാര്യം നോക്കുകയാണ്, നമുക്കിപ്പോ നമ്മളെ ഹസ്ബൻഡ് നല്ലോണം നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും. ബട്ട് എന്നാലും നമ്മൾ വിചാരിക്കും എന്നാലും കുറച്ചും കൂടി. അതുപോലെ നമ്മളെ മക്കൾക്ക് അങ്ങോട്ട് എത്ര സ്നേഹം കൊടുത്താലും നമ്മൾക്ക് അത് മതിയാവില്ല. അങ്ങോട്ട് കൊടുത്തിട്ടും മതിയാവില്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടും മതിയാവില്ല. നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരിക്കലും തൃപ്തരല്ല. ശരിക്കുള്ള ഗുഡ്നെസ് എന്താന്ന് വെച്ചാല്, നമ്മളെ നന്മ എന്തിലാന്ന് വെച്ചാല് ഗ്രേറ്റ് പേഷ്യൻസിലാണ്. ഏത് സിറ്റുവേഷനിലും നമ്മൾ ജസ്റ്റ് ഷോ സബർ, എ ബ്യൂട്ടിഫുൾ സബർ. എങ്ങനെ സബർ കാണിക്കണം എന്ന് നല്ല ഹിക്മത്തോടു കൂടി ആലോചിക്കണം. അതായത് നമ്മളെ ബുദ്ധി ഉണ്ടാവണം, എവിടെ സബർ കാണിക്കണം, എങ്ങനെ കാണിക്കണം. അല്ലാണ്ട് ഒരു ഫൂളിനെ പോലെ സബർ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരു ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ അത് കണ്ട് ഒരാളിപ്പോ മ്യൂസിക് വെച്ചിന്, നമ്മളത് കേട്ടിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് മ്യൂസിക് ഇഷ്ടമല്ല, ബട്ട് ഞാൻ എൻ്റെ സബർ കൊണ്ട് ഞാൻ അത് കേട്ടിട്ട് അനങ്ങാണ്ടിരിക്കുന്നത്, അതല്ല സബർ. നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയണം. റോങ് ഇസ് റോങ്, റൈറ്റ് ഇസ് റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാല് നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് ആദ്യം വേണം. സോ ഫുർഖാൻ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ അള്ളാനെ ഒബേ ചെയ്തേ പറ്റൂ. ഞാൻ എൻ്റെ അള്ളാനെ ഒബേ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എൻ്റെ അള്ളാഹ് പറയുന്ന കേട്ടാല് അള്ളാഹ് വിൽ ഗിവ് us ഫുർഖാൻ. നമുക്ക് അള്ളാഹ് ഫുർഖാൻ തരും. ഖുർആനിൽ അള്ളാഹ് പറയുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് ഫുർഖാൻ ഗിഫ്റ്റ് അള്ളാഹ് തരും എന്തായാലും. നമ്മള് സോറി, കട്ടായിപ്പോയ കോള് വന്നോണ്ട്. അപ്പോ അതായത് അള്ളാഹ് നമുക്ക് എന്തായാലും ഫുർഖാൻ തരും. നമുക്ക് ഈ പിന്നെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ അള്ളാഹിനെ അനുസരിച്ച് അള്ളാഹ് പറയുന്ന പോലെ കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ തുടങ്ങും. പിന്നെ നമ്മളെ തെറ്റുകൾ അള്ളാഹ് പുറത്തു തരും, നമ്മളെ തെറ്റുകൾ അള്ളാഹ് മായ്ച്ചു തരും. നമ്മളെ പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ അള്ളാഹ് നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും, അതിൽ നിന്ന് പുറത്ത് കെടുത്തും, ഷുവറാണ്. അപ്പോ നമ്മളെ റബ്ബിനെ മനസ്സിലാക്കിയിട്ട് അത് അത്രത്തോളം നമ്മൾ
മനസ്സിലാക്കാതെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പൊ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ 90% വി ആർ റെഡി. നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാവും, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നമ്മൾ വേറെ ഇപ്പൊ അടിയാണ്, നമ്മളെന്തോ അവരെന്തെല്ലോ പറയുന്നത്, അപ്പൊ നമ്മളെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളും അങ്ങോട്ടേക്ക് എന്തെല്ലോ പറയുന്നു. അതിന് പകരം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്നെ തർബിയ ചെയ്ത് എന്റെ മിസ്റ്റേക്ക് തിരുത്താന്ന് മനസ്സിലാക്കി ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്ന അവിടെ 2 പേര് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഒന്നുകിൽ നമ്മൾ മിണ്ടാണ്ടിക്കുക, അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യം അവർക്ക് ഓക്കെ അത് വിട്ട് കളിയാ, അല്ലെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, അവർ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് അവരിങ്ങനെ എന്തെല്ലോ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാൻ പഠിക്കാൻ, അല്ലാണ്ട് ദുആ ചെയ്യാൻ, അവർക്ക് നല്ലൊരു ഇത് കൊടുക്കാൻ ദുആ ചെയ്യാൻ. അപ്പൊ ഈ ഞാൻ പറയുന്നൊന്നും വലിയ ഈസി സംഭവമല്ല, ഇതൊന്നും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. ബട്ട് നമ്മൾ ട്രൈ ചെയ്താൽ പറ്റും. പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 70 എക്സ്ക്യൂസസ് കൊടുക്കണം ഒരാൾക്ക്, എന്നാലും നമുക്ക് അള്ളാഹ് സക്കീന തരും നമ്മളെ ലൈഫിൽ. പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ മാറാൻ തുടങ്ങിയാൽ നമ്മളെ ലൈഫിൽ നമ്മൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോ നമ്മൾ നല്ലത് ചെയ്താൽ അൽഹംദുലില്ലാ, തെറ്റ് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാ, ഈ 2 റൂൾസ് വെച്ചിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ. പിന്നെന്ന് വെച്ചാൽ ഇഫ് ഗുഡ് സിറ്റുവേഷൻ അൽഹംദുലില്ലാ, ഇഫ് ബാഡ് സിറ്റുവേഷൻ അസ്തഗ്ഫിറുല്ലാ. കാരണം നമ്മളെ കിതാബ് അള്ളാഹിന്റെ കയ്യിലാണ്, അള്ളാഹ് നമ്മൾക്ക് എഴുതിയതല്ലാണ്ട് നമുക്കൊന്നും വരൂല. അതുപോലെ നമ്മൾ ചെയ്ത തെറ്റിന്റെ അദാബ് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടാണ് അത് ശരിയാക്കേണ്ടത്. എന്നിട്ടും അള്ളാഹ് നമുക്ക് പുറത്തു തരും, ബിക്കോസ് ഹീസ് ഗഫൂർ. അപ്പോ അതെന്തുകൊണ്ട് അള്ളാഹ് നമ്മൾ അങ്ങനെ അറിയിക്കുന്ന വെച്ചാൽ, അത് നമ്മളെ തെറ്റ്, നമ്മൾ കൈകൊണ്ട് ചെയ്ത തെറ്റുകൊണ്ടാണ് ഈ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്ന. എന്തുകൊണ്ട് അള്ളാഹ് അറിയിക്കുന്ന വെച്ചാല്, നമ്മളിങ്ങനെ നമ്മൾ ഒരാളെ കൊണ്ട് വെറുതെ എന്തെങ്കിലും എല്ലാം നമ്മൾ ഫസ്റ്റ് തുടങ്ങും, എന്നിട്ട് അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു അതിനെ പ്രതികരിച്ചാൽ നമ്മൾ പറയും, ഇതെന്താ ഞാൻ അതിന് മാത്രം എന്തെങ്കിലും പറഞ്ഞിനാ ഇങ്ങനെ എന്നെ പറയാന്. നമ്മൾ ആദ്യം ചെയ്തിട്ട് അവരിങ്ങനെ പറയുന്നത് നമ്മൾ ചിന്തിക്കൂല. അപ്പോ ഇങ്ങനത്തെ ഈ പൊട്ട ചിന്തയിൽ കുടുങ്ങി കിടക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്, നമ്മളെ തന്നെ തിരുത്തി കൊണ്ടുവരാന്. അത് ക്ഷമയിലൂടെയും കൂടുതൽ അറിവുകൾ നേടിയിട്ടും നമ്മളെ തന്നെ നമ്മൾ മെനക്കെടണം. ഇത് ഈസി അല്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈസിയാ, ബട്ട് ഇത് ഭയങ്കര ടഫായ കാര്യം. ബട്ട് നമ്മളെ കൊണ്ട് പറ്റും. അത്രക്ക് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ക്ലോസ് ആയി നമ്മൾ പറ്റും. അത് നമുക്ക് പിന്നെ വേറെ മനുഷ്യന്മാരുടെ ബാക്കിൽ പോകേണ്ട ആവശ്യമില്ല, ഈ ദുനിയാവിന്റെ ബാക്കിൽ പോകേണ്ട ആവശ്യമേ വരൂല. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇതിന്റെ കൂടെ ഒരു ദുആ ഷെയർ ചെയ്യണമെന്ന് തോന്നി. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതായത് നമ്മൾ ഭയങ്കര സങ്കടത്തിലോ നമ്മൾ ഓവർ തിങ്കിങ് ഡിഫിക്കൽട്ടീസും നമുക്ക് എന്തെല്ലോ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ അള്ളാനെ വിളിക്കാം, അള്ളാനെ മാത്രം വിളിക്കാം. അള്ളാഹ് എനിക്കെല്ലാം തരുന്ന എൻ്റെ റബ്ബേ, അങ്ങേയറ്റം, അതായത് എനിക്കെല്ലാം തരുന്ന റബ്ബേ, എപ്പോഴും എനിക്കെല്ലാം ചെയ്തിരുന്ന റബ്ബേ, എൻ്റെ അള്ളാഹ്, നിന്റെ മേഴ്സി, നിന്റെ റഹ്മത്ത് എനിക്ക് വേണം, ഞാനത് തേടുന്ന റബ്ബേ. എത്ര സങ്കടം ഉണ്ടെങ്കിലും അള്ളാഹിന്റെ അടുത്തേക്ക് നമ്മൾ ഓടിയെടുക്കാം, അള്ളാഹിന്റെ അടുത്തേക്ക് മാത്രം ഓടിയെടുക്കാം, ഇൻഷാ അള്ളാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.